മൂന്നാറിൽ മണ്ണിടിച്ചിൽ ഭീഷണി. ഗ്യാപ് റോഡ് പൂർണ്ണമായും അടച്ചു. അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഗ്യാപ് റോഡിലൂടെ യാത്ര പാടില്ലെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, മൂന്നാറിൽ സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ശക്തമായ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? നിലവിൽ ഗ്യാപ് റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിരിക്കുന്നത്. പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴ, ഈ മഴയിൽ ഈ ഗ്യാപ് റോഡിൽ മണ്ണിടിയാനുള്ള സാധ്യത, അതുപോലെ തന്നെ പാറക്കല്ലുകൾ ഉൾപ്പെടെയുണ്ട്. ഇതെല്ലാം അടർന്നു വീഴാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമെല്ലാം ഇത്തരത്തിൽ ഈ രാത്രികാല യാത്രയ്ക്ക് ആദ്യഘട്ടത്തിൽ നിരോധനം ഏർപ്പെടുത്തി. ഇതിനുശേഷം ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മഴ ശക്തമായി തന്നെ പെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണി ഈ ഗ്യാപ് റോഡിൽ നിലനിൽക്കുന്നുമുണ്ട്. കഴിഞ്ഞ കാലങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്യുമ്പോഴെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഗ്യാപ് റോഡ്. വലിയ അപകടങ്ങളും ഇത് മുഖാന്തരം ഉണ്ടായ പശ്ചാത്തലങ്ങളുമുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഗ്യാപ് റോഡിലൂടെയുള്ള ഈ ഒരു ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ ഗ്യാപ് റോഡിലൂടെയുള്ള ഗതാഗതം പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. മറ്റു വഴികൾ, അതായത് മൂന്നാറിൽ നിന്ന് അടിമാലി കൂടിയോ അല്ലെങ്കിൽ ആനച്ചാൽ വഴിയോ നിലവിൽ പൂപ്പാറ എത്തി തേക്കടിയിലേക്കൊക്കെ ഉള്ള ടൂറിസ്റ്റുകൾ പോകണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഇത് നിരീക്ഷിക്കാൻ, അതായത് ഈ റോഡിലൂടെ ഈ നിരോധനം ലംഘിച്ച് ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടോ, വിനോദസഞ്ചാരികൾ കടക്കുന്നുണ്ടോ നടക്കുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂന്നാറിൽ മണ്ണിടിച്ചിൽ ഭീഷണി. ഗ്യാപ് റോഡ് പൂർണ്ണമായും അടച്ചു. അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഗ്യാപ് റോഡിലൂടെ യാത്ര പാടില്ലെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നു. സുബിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത്.